വാൽപ്പാറ അപകടത്തിൽ 5 അധ്യാപകരെ നഷ്ടമായ സ്കൂളെന്ന നിലയ്ക്കാണ് പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂൾ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്കൂളിൻ്റെ മുമ്പിലാണ്. അധ്യയന വർഷം തുടങ്ങാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ശേഷിക്കുമ്പോൾ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഒരുങ്ങുകയാണ് അധികൃതരൊക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ സ്കൂളിൻ്റെ മതിൽ കുറച്ചുകൂടി അല്പം അകലേക്ക് മാറ്റി നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേൽക്കൂര പുതിയ ഷീറ്റെല്ലാം ഇട്ട് കുട്ടികൾക്ക് കുറേ കൂടി സൗകര്യപ്രദമാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ക്ലാസ് റൂമുകളിലും കഴിഞ്ഞ വർഷത്തെ അതേ അവസ്ഥയായിരിക്കില്ല. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുക, കുറേ കൂടി ആധുനികമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഈ വയറിങ്ങിൻ്റെയൊക്കെ ജോലികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ക്ലാസ് റൂമുകളാവില്ല ഇത്തവണ കുട്ടികൾ ഇവിടെ വരുമ്പോൾ ഉണ്ടാകും. അവരുടെ മനസ്സിൽ നിന്ന് ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ മായുന്ന പോലെ ഈ ഒരു ക്ലാസ് റൂമുകളുടെ രൂപഭാവങ്ങളൊക്കെ മാറ്റാനുള്ള ശ്രമമാണ്. ഇതിനൊക്കെ ഈ പഞ്ചായത്തും കുറുവ ഗ്രാമപഞ്ചായത്ത്, അതേപോലെ അധ്യാപക സംഘടനകൾ, ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്ക്, നാട്ടുകാർ എല്ലാവരും ഒരേപോലെ കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു ശ്രമങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തുന്നത്. നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഇലക്ട്രോണിക്സ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിർമ്മാണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ചുമരിൽ കാണുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ചിത്രങ്ങളുടെ ബാക്കിയാണ്. പുതിയ ചിത്രങ്ങളൊക്കെ ഇവിടെ കാർട്ടൂണുകളൊക്കെ ആയിട്ട് ഇവിടെ തെളിയും. പഴയ ഓർമ്മകളൊക്കെ മാറി പുതിയ ഒരു സ്കൂളിലേക്ക് വരുന്ന രീതിയിലായിരിക്കും ഈ സ്കൂളിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്. അങ്ങനെയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് കുറുവ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. കുട്ടികൾക്ക് പുതിയ ഒരു അന്തരീക്ഷം ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അവിടെ ബൈറ്റിടണം. ഈ സ്കൂളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത് സ്ഥലപരിമിതിയാണ്. ഈ സ്കൂളിൻ്റെ കുറച്ച് മുമ്പിലുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമമൊക്കെ കുറേ കാലമായി നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മുഴുവനായിട്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും 1 മീറ്ററോളം ദൂരം മതിൽ അപ്പുറത്തേക്ക് മാറ്റി കെട്ടുവാൻ, കുറച്ചുകൂടി സ്ഥലം നൽകുവാൻ ഇവിടെ ഈ ഒരു സ്ഥലമുടമ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം ഇവിടെയുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇവിടെ ഇനി വേണ്ടത് 5 അധ്യാപകരെ, പ്രധാന അധ്യാപകർക്ക് 5 പേരെയാണ് നഷ്ടമായത്. അതിൽ പലരും പുതിയ അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയും ഹെഡ് ടീച്ചർ, അജിത ടീച്ചർക്ക് പകരം ആര് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അജിത ടീച്ചറുടെ ഓർമ്മ അത് ഇപ്പോഴും ഈ ഒരു സ്കൂളിൻ്റെ വലിയ വേദനയാണ്. കാരണം ടീച്ചറുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പല പദ്ധതികളും ഇവിടെ എഴുതി വെച്ചതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പോൾ ആ ടീച്ചർ വിഭാവനം ചെയ്ത രീതിയിൽ ഈ സ്കൂളിൻ്റെ നവീകരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഒപ്പം തന്നെ ടീച്ചർക്ക് പകരം ആര് എന്ന ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്താണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ച് ഏറെ വൈകാതെ അതിലൊക്കെ ഒരു തീരുമാനമാക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ചെറിയ സ്മാർട്ട് റൂമാക്കാൻ വേറെ പദ്ധതിയാണ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ അല്ലാത്ത വേറെ പദ്ധതിയാണ്. ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു മാറ്റം മുഖച്ഛായ തന്നെ നിലവിലുണ്ടായിരുന്നതിനെ ഒരു മുഖച്ഛായ മാറ്റിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സ്കൂളിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 1 മാസത്തിലധികമായി നമ്മൾ ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത് കുട്ടികളുടെ ഒരു മെൻ്റലി ഹെൽത്തിനെ കുറിച്ചാണ്. പിന്നെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ലീഗൽ സംവിധാനങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ്, ഇതിൻ്റെ പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ പിന്നെ FIR ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പഞ്ചായത്ത് തന്നെ ഒരു വിങ് രൂപകൽപ്പന ചെയ്ത് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ തന്നെ പിന്നെ വാൾപ്പാറയിൽ പോയി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ രണ്ടാമതൊരു ടീമും അങ്ങോട്ട് പോയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. പിന്നെ രണ്ടാമത് ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ പോലെ മെൻ്റൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പിന്നെ സൈക്കോളജിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മളെ FHC തന്നെ ക്യാമ്പ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള മുറക്ക് ചെന്നാൽ വീട്ടിൽ തന്നെ ചെന്ന് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് പിന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്ത് അപ്പോൾ ഇവരുടെ ഡയറക്റ്റ് കോൺടാക്റ്റുള്ള ആളുകൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരൊക്കെ നിരന്തരമായി ഫോളോ ചെയ്ത് അവരാ ട്രോമയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഉയർത്തിലെത്തട്ടെ എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. വെച്ചാൽ പഴയതൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ പുതിയ രൂപത്തിൽ കൊണ്ടുവരണം, അവരെ വിഷമങ്ങളതൊക്കെ അവരത് മാറ്റിയെടുക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ്. ടീച്ചർമാരുമായിട്ടൊക്കെ ബന്ധപ്പെടലും അന്വേഷിക്കാറും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും കുട്ടികൾക്ക് എപ്പോഴും അതിൻ്റെ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നുണ്ടോ? കുട്ടികൾക്ക് വിഷമമുള്ളതായിട്ട് അങ്ങനെ അല്ല, ഇതൊന്നുമില്ല. ചില കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാതൊക്കെ രൂപത്തിൽ ഓരോ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഇതാക്കിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുക വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടില്ല, നമ്മൾ സംസാരിക്കുന്നുണ്ട്, നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 1 മീറ്റർ ഇപ്പോൾ അവരുടെ റിസ്ക് തന്നെ ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി പുതിയ മതിലാണ്. അതെ.
അപ്പോൾ നിലവിലുണ്ടായിരുന്ന മതിൽ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു പുതിയ മതിൽ ഇപ്പോൾ കിട്ടിയതാണ്. ഏറെ വൈകാതെ തന്നെ ഈ ക്ലാസ് റൂമിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും. ഈ ചുമരിലുണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ മാഞ്ഞ് പുതിയ ചിത്രങ്ങൾ വരും. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിൽ കൊണ്ടുവരും. അതോടൊപ്പം ആ വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അത് വേദനയായി കുട്ടികളുടെ മനസ്സിൽ ശേഷിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്താണെങ്കിലും സാധാരണയിലേക്ക് അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആ അധ്യാപകരെ നഷ്ടമായ വേദന അതിനെ മറികടന്ന് കുട്ടികൾക്ക് അവരുടെ സാധാരണ അധ്യയന ജീവിതത്തിലേക്ക്, വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ തിരിച്ചെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതിനുവേണ്ട സൗകര്യങ്ങൾ സ്കൂളിനെ മാറ്റിമറിച്ചുകൊണ്ട്, സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഇവിടെ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.